എല്ലാവർക്കും നമസ്കാരം. മാസ്റ്ററിലേക്ക് സ്വാഗതം. ആയില്യം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മെയ് 2024 എങ്ങനെയാണ് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സ്ആപ്പ് നമ്പർ മറ്റു ഡീറ്റെയിൽസും ആണുള്ളത്. വാട്സ്ആപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം. ആയില്യം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മെയ് 2024 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Hermit, High Priestess, Seven of Cups, Ace of Swords, Eight of Wands, Knight of Swords. ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി കാര്യങ്ങളിൽ മാറ്റം വരുത്തുന്ന ഒരു സമയമാണ് ഈ ഒരു വർഷം. ആദ്യം തന്നെ ദൈവികമായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ വളരെയധികം താല്പര്യം, പതിവ് പോലെ ദൈവിക കാര്യങ്ങളിൽ ഒത്തിരി താല്പര്യം കാണിക്കുകയും ക്ഷേത്രങ്ങൾ ഇപ്പോൾ പൊതുവിൽ പറയുകയാണെങ്കിൽ ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ക്ഷേത്രങ്ങളോ പള്ളികളോ ഒക്കെ കയറി ഇറങ്ങുന്ന ഒരു മാസം എന്ന് തന്നെ പറയാം. കാരണം ഭയങ്കരമായിട്ടുള്ള ഭക്തി നിങ്ങളിൽ കൂടുതലുള്ള ഒരു സമയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പലപ്പോഴും മിക്കവാറും ദിവസങ്ങളിൽ നിങ്ങൾ മതപരമായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ അനുഷ്ഠിച്ചു പോരുകയും ക്ഷേത്രങ്ങളോ പള്ളികളിലോ ഒക്കെ സന്ദർശിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ പൊതുവിൽ മനസ്സിനൊരു തൃപ്തി, മാനസികമായിട്ടുള്ള ഒരു തൃപ്തിയും കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. അത് കൂടാതെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഒന്നാം ഭാവത്തിൽ തനുഭാവം, അതായത് ആത്മഭാവത്തിലെ സംബന്ധിച്ച് ഒരു വളരെയധികം നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ പ്രത്യേകിച്ച് ശരീരഭാഗങ്ങൾ, അത് തല, അതുപോലുള്ള ഭാഗം, ഫിസിക്കൽ നിങ്ങളുടെ ബോഡിയിലെ ഏറ്റവും കൂടുതൽ കഴുത്തിന് മുകളിലുള്ള ഭാഗത്തിൽ വളരെയധികം സ്ട്രെസ് കുറച്ച് കൂടുതലുള്ള സമയമാണ്. അപ്പോൾ അതുപോലെ കഴുത്തിന് ആ ഒരു ഭാഗത്തൊക്കെ ഒത്തിരി നേരം കമ്പ്യൂട്ടറിന്റെ മുമ്പിലൊക്കെ ഇരുന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിലായിരിക്കാം. അല്ലാതെയും ആ ഒരു ഭാഗമൊക്കെ കുറച്ച് അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകാം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. തെറാപ്പീസ് ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ അത് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങളുടെ വെൽബീയിങ് ആണ് ജനറൽ പറയാം. തനുഭാവം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തെ കൂടുതൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കാരണം ഇവിടെ നിങ്ങൾ പൂജകളും മന്ത്രങ്ങളും അല്ലെങ്കിൽ വിശ്വാസങ്ങളൊക്കെ മുറുകെ പിടിച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, വ്രതമൊക്കെ എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ശരീരവും കൂടി നോക്കുക എന്നുള്ളത്. ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ആണ് ഇവിടെ കാണിക്കുക. അതായത് നിങ്ങളുടെ ശരീരവും മനസ്സും തൃപ്തമായിട്ടിരിക്കാൻ നോക്കുക. ശാരീരികമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങളൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. ദോഷപരിഹാരങ്ങൾ എന്നുള്ള രീതിയിൽ ഇപ്പൊ പറയുകയാണെങ്കിൽ ധന്വന്തരി ക്ഷേത്രം സന്ദർശിക്കാം. സന്ദർശിക്കുകയും അതുപോലെ വഴിപാടുകൾ നിങ്ങളുടെ ശാരീരികമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾക്ക് കഴിക്കുകയും ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ കുറച്ചുകൂടി നിങ്ങളുടെ ശരീരം നോക്കുക എന്നുള്ളതാണ്. എക്സസൈസ് പോലുള്ള കാര്യങ്ങൾ, രാവിലെ നടക്കാൻ പോകുന്നത്, കുറഞ്ഞ പക്ഷം നടക്കാനെങ്കിലും പോവുക. നിങ്ങളുടെ ശരീരവും മനസ്സിന് തൃപ്തി വരുന്ന കാര്യങ്ങളും ചെയ്യുക. അതായത് ഇഷ്ടമില്ലാതെ മടുപ്പുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റുന്നതാണെങ്കിൽ ഒഴിവാക്കുക. പിന്നെ ചില ആളുകൾ അമിതമായിട്ടൊക്കെ വ്രതം എടുക്കുക അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കാം. നിങ്ങളുടെ ശാരീരികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വഴിപാടുകളും കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതായത് ഇവിടെ പറയാനുള്ളത്, ദൈവം നിങ്ങളെ അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിലൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരത്തെ അവഗണിക്കാതെ ഇരിക്കുക എന്നുള്ളതാണ് ചുരുക്കം. അപ്പം അതായത് വിവേകത്തോടു കൂടിയിട്ട് ചിന്തിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും പ്രത്യേകിച്ച് ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളൊക്കെ ആണെങ്കിൽ ശരീരം നോക്കുന്ന പൊതുവിൽ ആളുകൾ നോക്കുന്നുണ്ടെങ്കിലും ചില ആളുകൾക്ക് അമിതമായിട്ടുള്ള ഒരു ഭക്തിയിലേക്ക് കടക്കുമ്പോൾ ശരീരത്തെ അവഗണിച്ചിട്ട്, പ്രത്യേകിച്ച് പ്രഗ്നന്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഇങ്ങനെയുള്ള ആചാരങ്ങളൊന്നും അനുഷ്ഠിക്കാതിരിക്കുക. അതായത് നിങ്ങളുടെ ശരീരത്തിനോ മനസ്സിനോ ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ആര് പറഞ്ഞാലും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ആ മനസ്സിന് തൃപ്തി ഉണ്ടെങ്കിൽ മാത്രം കാര്യങ്ങൾ, ആ മനതൃപ്തിയോട് കൂടിയിട്ട് മാത്രം കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് എടുത്തു പറയുന്നു. നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ മനസ്സും ശരീരവും നിങ്ങൾ തന്നെ നോക്കുക എന്നുള്ളതാണ്. ഓക്കെ. സെവൻ ഓഫ് കപ്സ്, ഏസ് ഓഫ് സോർട്സ് എനർജിയാണ്. ലൈഫ് നല്ല രീതിയിൽ തന്നെ, ജീവിതം നല്ല രീതിയിൽ ആസ്വദിച്ച് മുന്നോട്ടേക്ക് പോവാം. കാരണം ഇതിവിടെ എടുത്ത് പറയാൻ കാര്യം, നിങ്ങൾ അമിതമായിട്ട് നിങ്ങളിൽ തന്നെ ഒതുങ്ങിക്കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. ചില ആളുകൾ നിങ്ങൾ പുസ്തകങ്ങളിലാണ് ഒതുങ്ങിക്കൂടുന്നത്. നിങ്ങൾ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ജനറലി പുസ്തകങ്ങൾ, വായനകൾ, ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടം. ഒറ്റയ്ക്കിരുന്ന വായനയും ഒക്കെ വിദ്യാഭ്യാസപരമായിട്ട് വളരെ നല്ല സമയമാണ്. കാരണം പുസ്തകങ്ങൾ വായിക്കാനും പഠിക്കാനും ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന സമയമായതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മുഴുകിയിരിക്കാൻ നിങ്ങൾക്ക് ഒരു മടിയുണ്ടാവില്ല.
അതുകൊണ്ട് തന്നെ പുസ്തകങ്ങൾ, വായന, വിദ്യാഭ്യാസം ഇങ്ങനെയുള്ള കാര്യത്തിൽ ഒത്തിരി നിങ്ങൾ മുന്നിട്ട് നിൽക്കുന്ന സമയമാണ് ഈ ഒരു മാസം. അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ പോലും ഈ ഒരു സമയം വളരെയധികം വിദ്യാഭ്യാസ കാര്യത്തിൽ താല്പര്യം പ്രകടിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ നിങ്ങളിൽ ചില ആളുകളും നിങ്ങൾ തന്നിഷ്ടക്കാരെന്നുള്ള വിളി കേൾക്കാം. കാരണം നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിക്കാണ് നിങ്ങൾ കാര്യങ്ങൾ പെരുമാറുക ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വഴിയിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുക, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് ചില ആളുകളിൽ കാണുന്നുണ്ട്. കാരണം അത് ആ ഒരു രീതിയിൽ ചില ആളുകൾ പറയും നിങ്ങളുടെ തന്നിഷ്ടമാണ് എന്നുള്ളത്. അത് പക്ഷെ നിങ്ങളുടെ ജീവിതമാണ്, അതിനനുസരിച്ച് തന്നെ ജീവിക്കുക. മറ്റുള്ളവർ പറയുന്നത് പുകവലിക്കെടുക്കേണ്ട ആവശ്യമില്ല, മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് ഇടയ്ക്ക് തോന്നുന്നുണ്ടാവും നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്നൊക്കെ. നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സിന് തൃപ്തിയാണെങ്കിൽ, അത് ലീഗലി ശരിയാണ്, മോറലി ശരിയാണെങ്കിൽ അതുമായിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. കാരണം ഇവിടെ ചില ആളുകൾ നിങ്ങൾ തിരഞ്ഞെടുത്ത പാത മറ്റൊരു വഴി മാറിപ്പോകുന്നുണ്ട്. ചിലപ്പോൾ വിദ്യാർത്ഥികളായിരിക്കും മറ്റൊരു രീതിയിൽ കാര്യങ്ങൾ പഠിക്കാനായിട്ട് കോഴ്സ് മാറുന്നുണ്ടാവാം. അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവർ ആ ജോലി മാറി പുതിയൊരു ജോലിയിലേക്ക് പോകുന്നതിനുള്ള ഒരു സാഹചര്യമാവാം ഇവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ നിങ്ങളുടെ രാഹുവും കേതും ഛായാഗ്രഹങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം, ഈ ഫുൾ മൂണിന്റെ സമയത്ത് നിങ്ങൾ ചിലപ്പോൾ പൂർണ്ണചന്ദ്രൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ ബ്ലോക്സ് ഒക്കെ അല്ലെങ്കിൽ ചെറിയ തടസ്സങ്ങളൊക്കെ കൊണ്ടുവന്നേക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് നാഗങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നാഗങ്ങളെ പ്രത്യേക മനസ്സിൽ ധ്യാനിക്കുക. അതുപോലെ തന്നെ നാഗങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് വഴിപാടുകൾ എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ മഞ്ഞൾ അർപ്പിക്കുന്നത് നാഗങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. പ്രത്യേകിച്ച് ആയില്യം നക്ഷത്രത്തിന്റെ അന്ന് മഞ്ഞൾ സമർപ്പിക്കുക. ഏതെങ്കിലും ക്ഷേത്രത്തിൽ, ശിവക്ഷേത്രത്തിലായാലും നാഗങ്ങളുടെ ഉപപ്രതിഷ്ഠകളിലെടുത്ത് ചെയ്താൽ മതിയാകുന്നുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ കേതുവിൻ്റെതായിട്ടുള്ളൊരു പോസിറ്റീവ് എനർജി ആയതുകൊണ്ട് സ്പിരിച്വലി വളരെ, അതായത് ആത്മീയമായിട്ട് വളരെയധികം സാധ്യതകളുള്ള ഒരു സാഹചര്യം കൂടിയിട്ടാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ചില ആളുകൾ ഭയങ്കരമായിട്ടുള്ള എന്താ പറയാ വിരക്തി തോന്നുന്നതായിട്ട് സൂചിപ്പിക്കുക. അതായത് കുടുംബത്തിലും കാര്യങ്ങളിലും ഒന്നുമല്ല, കാട് കയറി പോകുന്നു നമ്മൾ പറയുന്ന പോലെ ഇപ്പോൾ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എവിടെയെങ്കിലും പ്രകൃതിയിലേക്ക്, കാട്ടിൽ അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും സമയം കൂടുതൽ ചെലവഴിക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മരത്തിന്റെ ചോട്ടിൽ ഇരുന്നിട്ട് പുസ്തകം വായിക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ ധ്യാനത്തിലേക്കൊക്കെ പോകുന്നതായിട്ടും കാണിക്കുന്നുണ്ട് ചില ആളുകളിൽ. അപ്പോൾ നിങ്ങൾ ജീവിക്കുന്ന ഒരു ഫിസിക്കൽ വേൾഡിലാണ്. അപ്പോൾ നിങ്ങളുടെ കുടുംബം, കുട്ടികളോ അല്ലെങ്കിൽ മറ്റ് സാഹചര്യം, ജോലി പോലുള്ള കാര്യങ്ങൾ വിട്ടുകളയാതെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളത് എടുത്തു പറയുന്നു. ഓക്കെ, അപ്പോൾ 8 ഓഫ് Wands ആൻഡ് Knight ഓഫ് Swords എനർജിയാണ്. ഈ മാസം അവസാനം വളരെയധികം അപ്രതീക്ഷിതമായിട്ട്, തീരെ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കുന്നുണ്ടാവും. കാരണം ഇവിടെ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. IELTS, TOEFL അതുപോലെ OET ഒക്കെ എക്സാംസ് എഴുതിയിട്ടുള്ളവർ റിസൾട്ട് എപ്പോൾ വരും, സമയമുണ്ട് എന്ന് കാത്തിരിക്കുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ വിസയ്ക്കോ കാര്യങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ സമയമുണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ കാത്തിരിക്കുകയാണെങ്കിൽ വളരെ അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. ഈ ഒരു മാസം പെട്ടെന്നെല്ലാം റെഡി ആവുന്നുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും നിങ്ങൾക്ക് സമയം കിട്ടുന്നുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും കാലേ കൂട്ടി നേരത്തെ നോക്കി ചെയ്ത് വയ്ക്കുക എന്നുള്ളത് കൂടിയിട്ട് എടുത്ത് പറയുന്നു. കാരണം അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് തിരക്കായപ്പോൾ ഒന്നിനും സമയം കിട്ടുന്നുണ്ടാവില്ല. അപ്പൊ അത് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എടുത്ത് പറയാനുള്ളത്. അതേപോലെ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ഒരു കാര്യത്തിലും ഇറങ്ങി ചാടി പുറപ്പെടാതിരിക്കുക. നിങ്ങൾ ആലോചിച്ച് ചിന്തിച്ച് മാത്രം ചെയ്യുക. കാരണം ഇവിടെ ചില സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ആരോ പിരികേറ്റി നിങ്ങൾ എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ആലോചിച്ച് മാത്രം കാര്യങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് പോവുക. ധൃതി പിടിച്ചോ പെട്ടെന്നോ അങ്ങനെ പെട്ടെന്നുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. ആലോചിച്ചിട്ട് മാത്രം ചെയ്യുക എന്നുള്ളത് കൂടിയിട്ടാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. വലിയൊരു മാറ്റം നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ചുറ്റിനും നിങ്ങൾക്ക് വളരെയധികം പ്രൊട്ടക്റ്റീവ് എനർജിയാണ്. മഹാദേവൻ ശിവന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ചുറ്റുമുണ്ട് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. എന്നിരുന്നാലും നമ്മളുടെ ചിലരുടെ കയ്യിലിരിപ്പ് കൊണ്ടുള്ള അസ്വാസ്ഥ്യങ്ങളാണുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള എടുത്തുചാട്ടങ്ങളൊക്കെ ഒഴിവാക്കിയാൽ പൊതുവിൽ വലിയൊരു ദൈവികമായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ നിങ്ങളിൽ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ,
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.